मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। मैडम വെള്ളം. മല കയറുമ്പോ ആരായിരുന്നാലും ഒന്ന് വെള്ളം കേക്കും. പുറത്തേക്ക് വന്ന് ഈ അതിശയം ഒന്ന് നിങ്ങൾ നോക്കൂ. അടികൈ. എടാ ജഗ്ഗി, Hello, how are you? എന്റെ മുത്തശ്ശൻ തന്ന ഗിഫ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ സയന്റിസ്റ്റ് ഉണ്ടാക്കിയതാ. ഭയങ്കര ബുദ്ധിയുള്ള റോബോട്ടാ, എന്ത് പണി വേണമെങ്കിലും ചെയ്യും. അതെയോ? ആ, ഇവന്റെ ശക്തി എന്താണെന്ന് കണ്ടോ. ജഗ്ഗി, എന്റെ കാലൊന്ന് അമർത്തിയേ. കാല് അമർത്തണം, കാല് അമർത്തണം. അയ്യോ, ചന്തയിൽ പോയി വരുമ്പോ കാല് മുഴുവൻ നാറും. അയൽക്കാരുടെ മുന്നിൽ എന്റെ മാനം പോകും. അടികൈ. അടി കൈ, അടി കൈ. ഓ വേണ്ട വേണ്ട, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണേ. വിട്. രക്ഷിക്കണേ. തന്റെ യജമാനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? എന്റെ പണി ഇന്നത്തോടെ തീരും. എന്റെ അമ്മച്ചി, എന്നെ വിടറാ. ഒന്ന് പറഞ്ഞാ കേക്ക്, എന്നെ വിട്. ഞാൻ രക്ഷപ്പെട്ടു. സംശയമുണ്ടോ? സംശയം ഉണ്ടോ? സംശയം ഉണ്ടോ? രക്ഷിക്കൂ. എന്റെ എല്ലാ സംശയങ്ങളും തീർന്നു. രക്ഷിക്കണേ, 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 രക്ഷിക്കണേ. ഇവിടെയും റോബോട്ടോ? അപ്പൊ വേറെ എവിടെയാണ് റോബോട്ട് ഉള്ളത്? അപ്പൊ നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? നമ്മുടെ സിറ്റി മുഴുവൻ എല്ലായിടത്തും റോബോട്ട് അറ്റാക്ക് ചെയ്തിരിക്കുക. ആ, സയന്റിസ്റ്റ് ഉണ്ടാക്കിയ റോബോട്ടുകൾ എല്ലാത്തിനും ഇപ്പോൾ വട്ടുപിടിച്ചിരിക്കുകയാണ്. ഓക്കേ ബോസ്, ഓക്കേ. ഓ, ഇപ്പൊ മനസ്സിലായോ കാര്യങ്ങളെല്ലാം തലകീഴായി നടക്കുന്ന എന്താണെന്ന്? എടാ ജഗ്ഗി, നീ എങ്ങോട്ടായി പോകുന്നത്? കാര്യം എന്താന്ന് വെച്ചാ തെളിച്ചു പറയൂ. ഈ പ്രശ്നങ്ങളിൽ നിന്ന് പ്രൊഫസർ ചോട്ടയ്ക്ക് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. വേഗം വരൂ, നമുക്ക് ഉടൻ തന്നെ ആ പ്രൊഫസറിന്റെ അടുത്തേക്ക് പോകാം. വേഗം പോകാം. എന്റെ അമ്മച്ചി, ഇവറ്റകൾ സിറ്റി മുഴുവൻ നശിപ്പിച്ചിരിക്കുകയാണല്ലോ. ഗന്ന സാർ, വേണ്ട. വവ്വാല് കാരണം കിണറ്റിലെ വെള്ളം ഇപ്പോൾ കുടിക്കാൻ പറ്റുന്നില്ല. എന്റെ ജഗ്ഗി, നീ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. അടികൈ. മതിയാക്കടേ, ഇല്ലെങ്കിൽ എന്റെ കാതിന്റെ പണി ഇന്നോടെ തീരും. എന്റെ ഏരിയക്കകത്തുനിന്ന് നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ബോസിന്റെ ഓർഡറാണ്. ഇവിടെ മുഴുവൻ ഉടൻ തന്നെ നശിപ്പിക്കണം. എടോ ഖന്ന, ഇതിനൊക്കെ കാരണം താനായിരുന്നു അല്ലേ? മൂന്നാറിൽ സായിപ്പാണ് തേയില മുഴുവൻ നട്ടത്. ഞാൻ എപ്പോഴാ നിനക്ക് ഓർഡർ ഇട്ടത്? അടികൈ. എന്റെ ബോസ് ഇയാളല്ല. ഇപ്പൊ മനസ്സിലായോ മിസ്റ്റർ പാണ്ഡ? റോബോട്ടിന്റെ ബോസ് സയന്റിസ്റ്റ് ചോട്ടിയാണ്. അദ്ദേഹമാണല്ലോ ഈ റോബോട്ട്സിനെല്ലാം ഉണ്ടാക്കിയത്. ഇന്നത്തോടെ ചോട്ടയുടെ പണി ഞാൻ തീർക്കും. അതിനു മുൻപ് തന്റെ പണി ഞാൻ തീർക്കും.
കറക്റ്റ് കിക്ക് തന്നെയാ. ഇൻസ്പെക്ടർ പാണ്ട നേരെ പോകുന്നത് സയന്റിസ്റ്റ് ചോട്ടിയുടെ വീട്ടിലേക്ക് തന്നെയാണ്. വേഗം വാ, നമുക്കും അങ്ങോട്ടേക്ക് തന്നെ പോകാം. അങ്ങോട്ട് നോക്ക്, ഈ പട്ടണം മുഴുവൻ നാശം വിതച്ചിട്ട് ഇയാൾ ഇവിടെ ശീർഷാസനം ചെയ്തുകൊണ്ടിരിക്കുക. കഴുതേ, അത് ശീർഷാസനം ചെയ്യുന്നതല്ല, തലകുത്തനെ കെട്ടിയിട്ടിരിക്കുക. തലകുത്തനെ കിടക്കുന്നതിൽ എന്ത് രസാ ഉള്ളത്? ഇത് രസമല്ലടാ, വേദനയാ. എന്റെ മാസ്റ്റർ എങ്ങനെയാക്കി വെച്ചത്? താൻ മര്യാദയ്ക്ക് ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കണം തനിക്ക് ഇത്രയും വലിയൊരു ശിക്ഷ നൽകിയത്. ഈഷ്, മാസ്റ്റർ എന്ന് വെച്ചാൽ ടീച്ചർ അല്ലടാ കഴുത്. മാസ്റ്റർ എന്ന് വെച്ചാൽ ആരുടെയും പേരായിരിക്കാം. ആരുടെ? എന്റെയാണ്. ഇതാണ് മാസ്റ്റർ. എന്റെ എല്ലാ റോബോട്ടുകളും ഇപ്പൊ ഇതിന്റെ കയ്യിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി കൂടിയ കമ്പ്യൂട്ടറാണിത്. എന്നാൽ ലോകത്തിനെ ഇപ്പൊ ഇത് നശിപ്പിക്കാൻ നോക്കുകയാണ്. എന്തായാലും ഇതൊരു കമ്പ്യൂട്ടർ തന്നെയല്ലേ, അങ്ങേ കൊണ്ട് ഇതൊന്നും മാറ്റാൻ കഴിയില്ലേ? പറ്റില്ല, ഇതിന് ഓഫ് ചെയ്യാൻ പറ്റില്ല. റോഡിൽ ഇറങ്ങിയാൽ വണ്ടികൾ ചീറിപ്പായും. ഞാൻ ഈ കമ്പ്യൂട്ടറിനെ ഓഫ് ചെയ്യും. അടികൈ. എന്നെ തകർക്കുക എന്നത് അത്ര എളുപ്പമല്ല. എന്നോട് കളിച്ചാൽ അതിന്റെ ഫലം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കമേൻ റോബോട്ട് കമേൻ. കുട്ടികളെ, ഇവർക്ക് കളി നന്നായിട്ട് പറഞ്ഞു കൊടുക്കൂ. എന്ത് കളിയാണ് കളിക്കേണ്ടത്? അതും ഞാൻ തന്നെ പറഞ്ഞു തരാം. ഇവരോടൊപ്പം ഫുട്ബോൾ കളിക്കോ, വോളിബോൾ കളിക്കോ. ഓക്കെ ബോസ്. വേഗം പുറത്തേക്ക് ഓടിക്കോ. നല്ല രസം തോന്നുന്നുണ്ടോ? എല്ലാവരും വേഗം മാറി നിൽക്കുക. ഞങ്ങൾക്ക് ഇതിനെ ഉടനെ ഡിസ്ട്രോയ് ചെയ്യണം. ക്രിസ്മസ് ആയാൽ കിട്ടും നല്ല കേക്ക്. ഇയാള് കാരണം നമ്മുടെ ജീവിതം പോക്ക്. അടികൈ. എന്തുകൊണ്ടാണ് ഇതിനെ നശിപ്പിക്കാൻ കഴിയാത്തത്? ലോകത്തിലെ എല്ലാ വെപ്പൺസുമായി ഫൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുക. ഇതിന് ടാങ്ക് വെച്ച് അറ്റാക്ക് ചെയ്താൽ പോലും ഒന്നും സംഭവിക്കില്ല. പോയിക്കോ, പോയി ലോകത്തിലെ എല്ലാ പ്രസിഡന്റുമാരോടും പറയൂ എന്നെ അവരുടെ രാജാവായി തെരഞ്ഞെടുക്കാൻ. ഒരു സാധാരണ കമ്പ്യൂട്ടറിന് ഞങ്ങളുടെ രാജാവാകണമെന്നോ? അതൊരിക്കലും സംഭവിക്കില്ല. നിന്നെ പോലെ എത്രയോ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നീ ഞങ്ങൾക്കൊന്നുമല്ല. നിനക്ക് സംസാരം കൂടിപ്പോയി. അത് ഞാൻ ഇപ്പോൾ തന്നെ നിർത്തി തരാം. മേഡം, മേഡം. എടേ, ഞങ്ങളുടെ മേഡത്തിന് കഴിഞ്ഞു. നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. ഐഡിയ. എന്റെ കൂട്ടുകാരെ തല്ലിയോ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കാം. എന്റെ കൊച്ചളിയനെ തല്ലുന്നോ? മതിയാക്കട CPU. ഒരു മിനിറ്റ്, തളർന്നു പോയി.
എടാ നീ എന്തായി കാണിച്ചത്? കഴുതേ, നീ എന്താ ചെയ്തു വെച്ചത്? ഈശ്. ഈശ്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഈ സൂപ്പർ കമ്പ്യൂട്ടറിനോട് ഒരാൾക്കും യുദ്ധം ചെയ്ത് ജയിക്കാമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. ഈ സിസ്റ്റത്തിൽ ഞാൻ വെള്ളത്തെ പ്രതിരോധിക്കാനായി പ്രോഗ്രാം ചെയ്തിരുന്നില്ല. നീ എങ്ങനെയാണ് ഇത് ചെയ്തത്? ഞാൻ ഒന്നും തന്നെ ചെയ്തില്ല മാഡം, സത്യം. നിങ്ങൾ 4 പേരും എനിക്ക് വേണ്ടി എത്ര വലിയ റിസ്ക് ആണ് എടുത്തത്. മാഡത്തിന് ആരെങ്കിലും തൊട്ട് കളിച്ചാൽ അവരുടെ പൊടി പോലും ഞങ്ങൾ വെച്ചേക്കത്തില്ല. നിങ്ങൾ 4 പേരും ഒന്നിച്ചാണ് ഇന്ന് ഈ രാജ്യത്തിനെ തന്നെ രക്ഷിച്ചിരിക്കുന്നത്. ഈ ഓഗസ്റ്റ് 15-ന് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും ധീരതയ്ക്കുള്ള അവാർഡ് നിങ്ങൾക്ക് നൽകാനായി ഞാൻ തീർച്ചയായും ശുപാർശ ചെയ്യും. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. കഴുതേ, ഇത്രയും വലിയ അവാർഡ് നീ എന്തിനാ വേണ്ടെന്ന് പറയുന്നേ? കൊച്ചളിയ, നമ്മളെന്തായാലും ഫ്ലൈറ്റിലല്ലേ അങ്ങോട്ട് പോകേണ്ടത്. കഴിഞ്ഞ തവണ ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ താഴേക്ക് നോക്കിയപ്പോ ഞാൻ പെട്ടെന്ന് വല്ലാതെ അങ്ങ് പേടിച്ചു പോയി. അതുകൊണ്ട് ഞാൻ എന്തായാലും റിസ്ക് എടുക്കുന്നില്ല. എനിക്ക് വേണ്ട, എനിക്ക് അവാർഡ് വേണ്ട.